അങ്ങനെ വാഗമണിൽ മഞ്ഞും മഴയും വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് മൺസൂൺ എത്തിയിരിക്കുകയാണ്. ഈ വരുന്ന മെയ് 19 മുതൽ മൺസൂൺ കേരളത്തിലുടനീളം എത്തുമെന്നാണ് വെതർ ഫോർകാസ്റ്റിംഗ് നമുക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ വാഗമൺ അതിന്റെ വശ്യ സൗന്ദര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മഴയൊക്കെ തുടങ്ങി മഞ്ഞ് തേടി വാഗമണിലേക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ. ഓരോ യാത്രയിലും ചെറിയ ചെറിയ അരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ആകാശവീഥികളുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ. ഇങ്ങനെ നേരെ നോക്കിക്കഴിയുമ്പോൾ ക്ലൗഡ് ബെഡ്സ് ഒക്കെ ഇങ്ങനെ പാറി പറന്ന് കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഈവനിങ് ടൈമിൽ ഇങ്ങനെ ആകാശത്ത് നേരെ കാണുന്ന നമ്മുടെ ഇല്ലിക്കൽ കല്ലാണ് കേട്ടോ. ഇല്ലിക്കൽ കല്ലിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ കാണുന്ന ഭാഗം തൊടുപുഴ, മുട്ടം, മുലമറ്റം, അതിൻ്റെ അപ്പുറത്ത് ഈരാറ്റുപേട്ട അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കാണാം. പിന്നെ നേരെ നമ്മുടെ കപ്പിൾ കർവിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് കാണുന്ന ആകാശ കാഴ്ചകളും ആ ഇല്ലിക്കൽ കല്ലിൻ്റെ ഭാഗത്തെ ആകാശത്തെ വർണ്ണ വിസ്മയം എന്ന് തന്നെ പറയണം. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്, ഓരോ പാഠങ്ങളുമാണ്. അങ്ങനെ നമ്മുടെ അരുൺദാസിൻ്റെ ചെറിയ വീടൊക്കെ രാത്രിയിൽ യാത്രയില്ല എന്നാണല്ലോ യാത്രകളുടെ അതിവിസ്മയമായ കാഴ്ചകൾ നൽകിയ വാഗമൺ. ഒരുപാട് നന്ദി. ബൈ ഫ്രം യാത്രക്കാരൻ ബോക്സ്.